Hi friends, welcome to my recipe corner. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു യമ്മി വെജിറ്റബിൾ ബർഗർ ആണ്. അപ്പോൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവര് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ബർഗറിനായി ആദ്യം വെജിറ്റബിൾ പാറ്റീസ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായി ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ, അതിൽ കുറച്ച് ജീരകം, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇതൊന്ന് വാടി വരുമ്പോൾ കുറച്ച് ഫ്രഷ് ഗ്രീൻ പീസ്, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പൊ നമ്മുടെ പാറ്റീസ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് അത്യാവശ്യം ഒരു വലിയ ബോൾ എടുത്ത് പാറ്റീസ് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ പാറ്റീസ് എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ള ബൗണ്ടിങ് ഡിപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പൊ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ മൈദ, ഇനി ഇത് കുറച്ച് വെള്ളവും ചേർത്ത് കട്ടകളൊന്നും ഇല്ലാതെ കലക്കിയെടുക്കണം. പാറ്റീസ് ഈ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് ബ്രെഡ് ക്രംസിൽ നന്നായി ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ പാറ്റീസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ബർഗർ അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അറേഞ്ച് ചെയ്യാം. ഇവിടെ ഞാൻ മയണൈസിൽ കുറച്ച് ടൊമാറ്റോ സോസ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ മയണൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ വെജിറ്റബിൾസ് ആയി തക്കാളി, സവാള, സാലഡ് കുക്കുംബർ എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. അപ്പൊ നമ്മുടെ യമ്മി വെജിറ്റബിൾ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക, കമന്റ്സ് എന്നെ അറിയിക്കുക. അപ്പൊ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.